രാജ്യത്തെ അതിസാധാരണക്കാരന്റെ അവസാനത്തെ പ്രതീക്ഷയും അസ്ഥാനത്താവുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അത്താണിയായ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇനിയില്ല. ഈ പദ്ധതിയെ പുനഃക്രമീകരിച്ച് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന VBG റാംജി പദ്ധതിക്ക് ജൂലൈ 1 മുതൽ തിരശ്ശീല ഉയരും. പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധി ഇറങ്ങിപ്പോയി, പകരം രാമൻ കയറി വന്നു എന്ന പ്രത്യേകത മാത്രമല്ല, പദ്ധതി വിഭാവനത്തിലും നടത്തിപ്പിലും സമൂലമായ മാറ്റം വരികയാണ്. തൊഴിലുറപ്പ് പദ്ധതിയോടുള്ള പ്രതികാരപരമായ നിലപാടായിട്ടേ പുതിയ പദ്ധതിയെ കാണാൻ സാധിക്കുകയുള്ളൂ. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയോ ഗ്രാമീണ മന്ത്രാലയങ്ങളുടെയോ സംസ്ഥാന സർക്കാരുകളുടെയോ ഒരു തരത്തിലും കൂടിയാലോചനയില്ലാതെ ഏകപക്ഷീയമായി മോദി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു കുടുംബത്തിന് 100 തൊഴിൽ ദിനങ്ങൾ വരെ ഒരു വർഷം ഉറപ്പുവരുത്തുമ്പോൾ പുതിയ പദ്ധതിയിൽ അതില്ലാതാകുന്നു. കേന്ദ്രം 125 ദിവസം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനായി മാറ്റിവെച്ച ഫണ്ട് വളരെ പരിമിതമാണ്. രാജ്യത്ത് ഇന്ന് തൊഴിൽ കാർഡുള്ളവരെ മാത്രം പരിഗണിച്ചാൽ അവർക്ക് തൊഴിൽ നൽകാൻ 3.61 ലക്ഷം കോടി രൂപ ആവശ്യമുണ്ട്. കേന്ദ്രം മാറ്റിവെച്ചതാകട്ടെ 95,000 കോടിയും. ഈ തുക കൊണ്ട് ആകെ 20 തൊഴിൽ ദിനങ്ങളാണ് ഒരാൾക്ക് നൽകാൻ സാധിക്കുക. VBG റാംജി പദ്ധതി ഇതിൽ നിന്ന് തന്നെ ജനവിരുദ്ധമാണെന്ന് മനസ്സിലാക്കാം. തൊഴിൽ ആവശ്യപ്പെടുന്ന പക്ഷം തൊഴിൽ നൽകണമെന്ന വ്യവസ്ഥ തന്നെ അട്ടിമറിക്കപ്പെടുകയാണ്. ഫണ്ടിനനുസൃതമായി തൊഴിൽ മതിയെന്ന നിയമമാണ് VBG റാംജി പദ്ധതിയിലുള്ളത്. ഇതേ തൊഴിൽ കാർഡിന്റെ കാലാവധി അവസാനിപ്പിക്കുകയും കൂടുതൽ കടമ്പകളുള്ള മറ്റൊരു കാർഡ് അവതരിപ്പിക്കാനുമാണ് കേന്ദ്രം പദ്ധതിയിടുന്നത്. ഇതുവരെ തൊഴിൽ ആർക്ക് എവിടെ എന്നൊക്കെ തീരുമാനിച്ചത് പഞ്ചായത്തും ഗ്രാമസഭയും ജനങ്ങളുമായിരുന്നെങ്കിൽ ഇനി അത് മോദി തീരുമാനിക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിക്കും. ഒപ്പം കുറെ സ്ഥാപിത താല്പര്യക്കാരും. അതിനും വർഗീയ ആശയങ്ങൾ കുത്തിനിറയ്ക്കാനുള്ള ശ്രമവും നടക്കും. ഇതിലെ പ്രധാന മാറ്റം ഫണ്ട് സംബന്ധിച്ചാണ്. ഇതുവരെ 100% ഫണ്ട് കേന്ദ്രം നൽകിയെങ്കിൽ ഇനി അങ്ങോട്ട് 40% ഫണ്ട് സംസ്ഥാനം വഹിക്കണം. അതായത് സംസ്ഥാനത്തിന്റെ പദ്ധതി വിഹിതത്തിന് ഈ പദ്ധതി ഒരു ബാധ്യതയായി മാറും. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെ ഇതിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. VBG റാംജി പദ്ധതി ഒരു അട്ടിമറിയാണ്. സാധാരണക്കാർ പട്ടിണിയില്ലാതെ ജീവിച്ചുവെന്ന പദ്ധതി അതേപടി അട്ടിമറിച്ച് ലക്ഷങ്ങളുടെ ജീവിതം തകർക്കാനുള്ള പദ്ധതി. മോദി കോപ്പുകൂട്ടുന്നതും ഈ ദരിദ്ര നാരായണന്മാരുടെ ജീവിതം തകർക്കാൻ തന്നെയാണ്.